എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളൊരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചിക്കൻ വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വിൻ്റർ സമയമൊക്കെ ആവുന്ന സമയത്ത് പനിയും ചുമയും കഫക്കെട്ടും അങ്ങനെയുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ഫ്ലൂ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭക്ഷണത്തിനോട് താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ചിക്കൻ സൂപ്പ്. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ സൂപ്പ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചിക്കൻ ബ്രസ്റ്റും അതുപോലെ 1-2 പീസ് ചിക്കൻ പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ചിക്കൻ സൂപ്പ് തയ്യാറാക്കുന്നത്. ഈ ഒരു വിൻ്റർ ടൈമിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണ് ചിക്കൻ സൂപ്പ്. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ചിക്കൻ്റെ കൂടെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. സോസുകളൊന്നും നമ്മൾ ഈ ഒരു സൂപ്പിൽ ചേർക്കുന്നില്ല. ഈ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വിത്ത് ബോണോട് കൂടിയിട്ടുള്ളതോ അതോ ബോൺലെസ് ആയിട്ടോ ചേർക്കാവുന്നതാണ്. ബോണോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും ഫാറ്റും കൂടി ഈ ഒരു സൂപ്പിൽ കിട്ടുന്നതാണ്. ചിക്കൻ സൂപ്പിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളത്തിനകത്ത് കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 10 ബീൻസാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ ക്യാപ്സിക്കാണ്. ഇതിൻ്റെ നമുക്ക് പകുതിയാണ് ആവശ്യമുള്ളൂ. പിന്നെ ഒരു 2 ലീഫ് ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം. അതുപോലെ മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം എടുക്കാം. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ സൂപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് സ്റ്റവിൽ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കാം. 2 കഷ്ണം സിനമൺ സ്റ്റിക്ക്, ഒരു 3 ഏലയ്ക്ക, അതുപോലെ തന്നെ 4 ഗ്രാമ്പു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വയനയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ബ്രസ്റ്റാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ പീസസും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. 4 വെളുത്തുള്ളിയിൽ നിന്നും 2 വെളുത്തുള്ളി ചതച്ചും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ്. ഞാനൊരു 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 2 കപ്പ്, പിന്നെ ഒരു 1/2 കപ്പ്, അങ്ങനെ 2.5 കപ്പ് വെള്ളം ചേർത്ത ശേഷം നമുക്ക് ചിക്കൻ നന്നായി ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 2 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ വേകുമ്പോഴേക്കും ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെച്ചിട്ടാണ് ക്യാപ്സിക്കും ബീൻസും ക്യാബേജും ക്യാരറ്റും അതുപോലെ തന്നെ പകുതി സവാളയും കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാൻഡ് സ്വീറ്റ് കോണും കൂടി ചേർക്കുന്നുണ്ട്. സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു വോക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബട്ടറാണ്. ഒരു ചെറിയൊരു പീസ് അൺസാൾട്ടഡ് ബട്ടറാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ബട്ടറൊക്കെ മെൽറ്റാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞതും കൂടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ചതച്ച് വെച്ചിട്ടുള്ള 2 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. ഇനി നമുക്ക് ഈ ബട്ടറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയാൽ നോക്കാം. അങ്ങനെ ഇതാ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്നൊക്കെ നന്നായി നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിൽ നിന്നും പട്ടയും ഗ്രാമ്പും ഏലയ്ക്കും വയനയിലയും ഒന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ മസാലയൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ചിക്കൻ ബ്രസ്റ്റിനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം ചേർക്കുന്നത് ക്യാബേജാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റ് ചോപ്പ് ചെയ്താണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബീൻസ് ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ചേർക്കുന്നത് ക്യാപ്സിക്കം കട്ട് ചെയ്തത്.
ക്യാൻഡ് സ്വീറ്റ് കോൺ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതും ഒരു 1/4 കപ്പ് ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് സെലറിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സെലറി ഉണ്ടായിരുന്നു, ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. സാധാരണ സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്നതാണ് സെലറി. ഇനി വെജിറ്റബിൾസ് നമുക്ക് ഈ ബട്ടറിൽ നന്നായൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസ് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ എല്ലാ കളറുള്ള വെജിറ്റബിൾസും ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഈ ചിക്കൻ സ്റ്റോക്ക് കിടന്നിട്ടാണ് ഈ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് കിട്ടേണ്ടത്. ഞാനത് പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കൻ പീസെല്ലാം ഒരു ഫോർക്ക് വെച്ചൊന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. അപ്പോൾ വിൻ്റർ സമയത്ത് സാധാരണ കാണുന്ന അസുഖങ്ങളാണ് പനി, ചുമ, കഫക്കെട്ട്, അതുപോലെ തന്നെ തൊണ്ടവേദന. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഭക്ഷണത്തിനോടൊന്നും തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണ് ചിക്കൻ സൂപ്പ്. പ്രത്യേകിച്ചും ഫ്ലൂ ഒക്കെ വരുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഈ ഒരു സൂപ്പ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതിരോധശേഷി കിട്ടുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ചേർത്ത ശേഷം ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ചേർക്കാം. അങ്ങനെ ചിക്കൻ പീസും ചേർത്ത ശേഷം തിളച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഒക്കെ ആവശ്യത്തിന് തന്നെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയുടെ കുറവുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടുകൂടിയാണ് നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യേണ്ടത്. സെർവ് ചെയ്യുന്ന സമയത്താണ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് നാരങ്ങാ നീര് ചേർക്കേണ്ടത്. അങ്ങനെ എന്താ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുറഞ്ഞ ചേരുവ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ് ഈ ചിക്കൻ സൂപ്പ്. അങ്ങനെ നമ്മൾ സെർവിങ് ബൗളിലേക്ക് ചിക്കൻ സൂപ്പൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ചെറുനാരങ്ങ നീരാണ് ഒഴിക്കേണ്ടത്. അത് കഴിക്കേണ്ട സമയത്താണ് നമ്മൾ ഈ ചെറുനാരങ്ങ നീര് ചേർക്കേണ്ടത്. അതിനുശേഷം മല്ലിയില വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ സൂപ്പ് എല്ലാവരും ഈ ഒരു വിൻ്റർ സമയത്ത് തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.